ലോകത്തിലെ ആദ്യത്തെ സ്ക്രാംബ്ലർ ബൈക്ക് ഏതാണെന്നറിയുമോ? മറ്റൊന്നുമല്ല, നമ്മളുടെ BSAയുടെ ഗോൾഡ് സ്റ്റാർ 650 എന്ന് പറയുന്ന ബൈക്കാണ്. അതേ സെയിം എഞ്ചിനോട് കൂടിയിട്ടുള്ള BSAയുടെ ഏറ്റവും പുതിയ മോഡലായ BSA സ്ക്രാംബ്ലറാണ് നമ്മോടൊപ്പം ഉള്ളത്. 652 cc വരുന്ന സിംഗിൾ സിലിണ്ടർ ബൈക്കാണിത്. അതായത് ഇന്ത്യയിൽ നിലവിലുള്ളതിൽ ഇന്ത്യൻ മെയ്ഡ് ബൈക്കുകളിൽ ഏറ്റവും ക്യൂബിക് കപ്പാസിറ്റി കൂടിയ സിംഗിൾ സിലിണ്ടർ ബൈക്കാണ് ഈ കാണുന്ന സ്ക്രാംബ്ലർ 650, അതുപോലെ ഗോൾഡ് സ്റ്റാർ 650 എന്ന് പറയുന്നത്. ഇതിൻ്റെ എൻജിൻ ഫിഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 652 cc ആണ്. അതുപോലെ DOHC ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. 44 bhp പവറും 55 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് 2 വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3.25 lakhs ആണ്. അതുപോലെ ടോപ്പ് എൻഡ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3.40 lakhs ആണ്. ഈ ഒരു പ്രൈസിന് ഇത് വർത്താണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ബൈക്കുകളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് 40 അല്ലെങ്കിൽ 43 ടീത്താണ് റിയർ സ്പ്രോക്കറ്റിൽ ടീത്തുകളുടെ എണ്ണം നോക്കുമ്പോൾ. പക്ഷേ BSA സ്ക്രാംബ്ലറിൽ വന്നിരിക്കുന്നത് 47 ടീത്താണ്. വളരെ വലിയ സ്പ്രോക്കറ്റാണ്. ഓഫ് റോഡുകളിൽ വളരെ പഞ്ചോട് കൂടിയിട്ട് ഓടിക്കാനായിട്ടുള്ള സെറ്റപ്പിലാണ് ആ ഒരു സ്പ്രോക്കറ്റ് സൈസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കൂടാതെ ബ്രംബോയുടെ ബ്രേക്സ് ആണ്. ഫ്രണ്ടിൽ 320 mm, റിയറിൽ 250 mm ആണ്. പിന്നെ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 44 bhp, അതുപോലെ 55 Nm ടോർക്കാണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 12 ലിറ്റർ ആണ്. ഏകദേശ മൈലേജ് 24-25 റേഞ്ചിലായിരിക്കും. 820 mm ആണ് സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. 65 എന്ന് പറയുന്ന ആ ഒരു പാനൽ 650 cc എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ റാലി ബീക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. LED ഹെഡ് ലാമ്പ് യൂണിറ്റും അതുപോലെ USB ചാർജറും ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററും ഒക്കെയാണ് നമ്മുടെ SD സ്ക്രാംബ്ലറിൽ വരുന്ന സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ബാർ ആൻഡ് മിറേഴ്സ് ആക്സസറീസ് ആയിട്ട് കിട്ടും. ഫ്രണ്ടിലെ ടയർ സൈസ് എന്ന് പറയുന്നത് 110 mm ആണ്. 19 ഇഞ്ച് വീൽസ് ആണ്. 150 mm ആണ് റിയർ ടയർ എന്ന് പറയുന്നത്. 17 ഇഞ്ച് വീൽസ് ആണ്. C8 ആണ് ടയേഴ്സ്. 208 കിലോ ആണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്. BSAയുടെ റെട്രോ ബൈക്ക് പോലെ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറച്ചൊരു മോഡേൺ സ്റ്റൈൽ അവിടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും വണ്ടി വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള, വളരെ മസ്കുലർ ആയിട്ടുള്ള ഒരു സൈസാണ് നമുക്ക് നേരിട്ട് കാണുന്ന സമയത്ത്. വളരെ നീളം കുറഞ്ഞൊരു സീറ്റാണ്, പക്ഷേ കുറച്ച് റഗ്ഡായിട്ടുള്ള സ്റ്റൈലിലാണ് ഇതിൻ്റെ ടെക്സ്ചർ കൊടുത്തിരിക്കുന്നത്. വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണാനായിട്ട് വണ്ടി അടിപൊളിയാണ്. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്ന് പറയുന്നത് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ പോർഷനിലുള്ള മെറ്റൽ പാർട്സുകളൊക്കെ നല്ല ഫിനിഷിങ് ഫീൽ ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് പാർട്സുകൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നി, പക്ഷേ ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷ് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ഒരു പ്രീമിയം ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കിപ്പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അപ്ലോഡ് ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.